ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ജേർണൽ കിറ്റ് വാങ്ങി. അപ്പോൾ ജേർണലിങ് ഒരു ഫസ്റ്റായിട്ടൊക്കെ തുടങ്ങണവർക്ക് ഇതാണ് ബെറ്റർ ഓപ്ഷൻ. ഇതിൽ സ്റ്റിക്കേഴ്സും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന പേപ്പറും നോട്ട്സും വാഷി ടേപ്പും എല്ലാതും വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വാങ്ങുക. ഫസ്റ്റുള്ള ഒരാൾക്ക് സംബന്ധിച്ച് എവിടെ തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് അറിയില്ലല്ലോ. അങ്ങനെ വരുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഇതിൽ ഉള്ളത് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അതിൽ ജേർണൽ വരുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് പേപ്പർ വരുന്നുണ്ട്, ഡെക്കറേറ്റീവ് കാർഡ് വരുന്നുണ്ട്, പിന്നെ വാഷി ടേപ്പ് വരുന്നുണ്ട്, എൻവലപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാതും വരുന്നുണ്ട്. നല്ലൊരു പാക്കാണ്. ഞാനിത് കണ്ടപ്പോൾ തന്നെ ഒരു ഞെട്ടൽ നിങ്ങൾ കണ്ടില്ലേ. ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വൈൽഡ് ഗ്രീനായിരുന്നു ഇതാക്കിയത്. വിൻറ്റേജ് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ചൊക്കെ കളർഫുള്ളാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. വിൻറ്റേജ് ഇഷ്ടമാണ്. എൻ്റെ ജേർണലിങ് പറയുമ്പോൾ ഒരു വിൻറ്റേജ് ടച്ചാണ് എപ്പോഴും വരേണ്ടത്. പക്ഷേ അതിന് എല്ലാത്തിലും ഒരു വെറൈറ്റി പിടിക്കൽ എൻ്റെ ഒരു താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു ഞാൻ കുറച്ച് നേരം. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, പൊട്ടിച്ചു. ജേർണലിങ്ങിൻ്റെ ഒരു കിറ്റ് അന്വേഷിച്ച് ഞാൻ നോക്കി നോക്കുമ്പോൾ സ്ക്രാപ്പ് ജേർണലിങ് എന്നാണ് കാണാനുള്ളത്. ഇപ്പോൾ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുമ്പോൾ സ്ക്രാപ്പല്ലേ. അപ്പോൾ അത് ഞാൻ നോക്കി. അങ്ങനെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ കുറച്ച് അഫോർഡബിളായിട്ട് തോന്നിയത് മീഷോയിലാണ്. അങ്ങനെ ഞാൻ മീഷോയിൽ ആണ് വൈൽഡ് ഗ്രീന് ഞാൻ ഓർഡർ ചെയ്തത്. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ വില കുറച്ച് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പണി വരുമെന്നറിയില്ലേ, ആ പണിയാണ് ഈ പണി. എന്തായാലും വിൻറ്റേജ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനത് പൊട്ടിച്ചു. അപ്പോൾ ഇതിൽ പറയുന്നത് 346 പീസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓരോ സാധനങ്ങളും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ആകെ മൊത്തം അതൊന്ന് വീക്ഷിച്ചു. അപ്പോൾ ഫസ്റ്റ് തുറന്നു. അപ്പോൾ നല്ലൊരു പാക്കിങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജേർണൽ ഡയറിയാണുള്ളത്. ജേർണൽ ഡയറിയാണ്. നല്ല പേജസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സൈസ് ഏകദേശം A6 ആണ് വരുന്നത്. A6ൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ചിരി വരും. A4-നേക്കാട്ടും വലുതല്ലേ A6 വരേണ്ടതെന്ന് എൻ്റെ ഫ്രണ്ട് ചോദിച്ചതൊക്കെ ഓർമ്മ വരുന്നത്. A6 ആണ് സൈസ് വരുന്നത്. കുഴപ്പമില്ല, നല്ല ഒരു അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം. ഈ പുതിയ ബുക്കിൻ്റെ ഒരു പ്രത്യേക മണം ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 2 വാഷി ടേപ്പ് വിൻറ്റേജ് കളർ തീമിൽ വരുന്നതാണ്. വാഷി ടേപ്പ് ഇല്ലെങ്കിൽ ജേർണലിങ് അത് കംപ്ലീറ്റ് ആവില്ല തോന്നും ചില സമയത്ത്. പിന്നെ നോട്ട്സ് ഉണ്ട്. അതിൽ 2-3 ഐറ്റംസാണ് വരുന്നത്. മെമ്മോ പാഡ്, അതിൽ 3 ടൈപ്പാണ് വരുന്നത്. അങ്ങനെ ഓരോന്നും എടുത്തു. അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു നോട്ട് പാഡ്, വിൻറ്റേജ് ടൈപ്പ് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുഡ് ടൈംസ് പറഞ്ഞിട്ട് ഒരു ടു ഡു ലിസ്റ്റ് പോലെയുള്ള ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. 8, 9, 10 അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ. ഹാവ് എ ഗുഡ് ടൈം എന്നൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തത്. അടുത്തത് ഉള്ളത് ഡിയേഴ്സിന് എന്തോ ഒരു എസ്റ്റിമേറ്റ്, ഒരു ബില്ല് പോലെയാണ്. നോട്ട് ചെയ്യാനൊക്കെ പറ്റിയ ഒരു എസ്റ്റിമേറ്റ് ബില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സാധനമാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് അതിൽ വരുന്നത് പിന്നെ ഈ കലണ്ടറിൻ്റെ ഓരോ സ്റ്റിക്കേഴ്സാണ്. കലണ്ടർ സ്റ്റിക്കേഴ്സ് പറയുന്നത് നമ്മൾ ഓരോ ഡേറ്റ്, ആ ഡേറ്റിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഐറ്റംസാണ് വരുന്നത്. 25th, 30, 19th, 8th, അങ്ങനെ ക്യൂട്ടാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. വിൻറ്റേജിൻ്റെ ഒരു സ്ക്രാപ്പ് ബുക്കിന് മസ്റ്റാണ് ഇങ്ങനത്തെ ഒരു കളറിലും ഇതേ ഒരു ടൈപ്പിലൊക്കെ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഡെക്കറേറ്റീവ് കാർഡ്സാണ്. ഡെക്കറേറ്റീവ് കാർഡ്സ് സ്റ്റാമ്പിൻ്റെയൊക്കെ ടൈപ്പിൽ വരുന്നതാണ്. പഴയ ഒരു തീമിലും ഒക്കെ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ട് നല്ല കാണാൻ. നമ്മളെ സ്ക്രാപ്പ് ബുക്കിങ് എന്തായാലും ഒരു വിൻറ്റേജ് തീം വരാൻ ഇതിലുള്ളതൊക്കെ നല്ല ആപ്റ്റാണ്. പിന്നെ അടുത്തതായിട്ട് പിന്നെ 2 ഓരോന്നും ഞാനിങ്ങനെ നോക്കി. പലതൊക്കെ നോക്കി നോക്കുമ്പോൾ നല്ല എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒരേ ഐറ്റം തന്നെ കുറേ എണ്ണം അങ്ങനെയൊന്നുമല്ല.
ഒക്കെ പല 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 തീമിൽ പല പല ഭംഗി. അങ്ങനെ കുറേ കാർഡുകൾ കണ്ടു. കാർഡുകളൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട്. അടുത്തത് പിന്നെ ഇതിലുള്ളത് ഇതൊക്കെ കൂടി ഒരുമിച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് പിന്നീട് കാണില്ല. അടുത്തത് പിന്നെ ഇതിലുള്ളത് 2 എൻവലപ്പാണ്. അത് 2 എൻവലപ്പ് ഇപ്പം നമ്മളെ ജേണലിൽ നമുക്ക് നമ്മളെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടൊരു പിന്നെ കത്തെഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡ്രീം അച്ചീവ് മൊമെൻറ്റിൽ നമുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കത്തെഴുതി വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2 എൻവലപ്പ് ഉണ്ട്. അത് വിൻറ്റേജ് തീം തന്നെയാണ്. പിന്നെ അതേപോലെ കുറേ മെറ്റീരിയൽ പേപ്പേഴ്സ്. മെറ്റീരിയൽ പേപ്പർ നമ്മൾ എങ്ങനെ നമ്മളെ ജേണലിനെ അട്രാക്റ്റീവ് ആക്കാം, അതേപോലെ ഒരു വിൻറ്റേജ് ടച്ച് കൊണ്ടുവരാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. കുറേ സ്റ്റാമ്പ് പോലെ ഉള്ള ഒരു ഡെക്കറേറ്റീവ് പേപ്പേഴ്സ്. ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഇപ്പോൾ സ്ക്രാപ്പ് ബുക്കിങ് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ആർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവും ആർട്ടിസ്റ്റിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വർക്കാണ് അയാളുടെ ജേണൽ. അത് നമ്മുടെ പേഴ്സണൽ ഇത് എഴുതാനാണെങ്കിൽ പോലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ജേണലിൽ ഓരോ കാര്യങ്ങളിൽ. പിന്നെ അതേപോലെ ഉള്ളതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റിയ പേപ്പേഴ്സ്. പിന്നെ അതേപോലെ അത് കുറേ ഷീറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിൻറ്റേജ് തീമുമാണ്. പിന്നെ കുറച്ച് സൈസൊക്കെ ഉണ്ട്, നമ്മളെ ബുക്കിനെ അപേക്ഷിച്ച് നല്ല സൈസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് തന്നെ കുറേ അധികം യൂസ് ചെയ്യാൻ കഴിയും. അതിൽ പെട്ട കുറേ പേപ്പേഴ്സ്, മെറ്റീരിയൽ പേപ്പർ 10 ഷീറ്റുണ്ട്. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സും 10 ഷീറ്റുണ്ട്. ആ ഷീറ്റുകളാണ് ഇതൊക്കെ കാണുന്നത്. ഇതിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഓരോ പേപ്പേഴ്സും നല്ല നല്ല ഭംഗിയുണ്ട്, ഓരോ പേപ്പേഴ്സും. പിന്നെ വരുന്നതാണ് പിന്നെ നമ്മുടെ സ്റ്റിക്കർ എങ്ങനെയുള്ള സ്റ്റിക്കേഴ്സാണ്? സാധാ വാശി ടേപ്പുകൾ. അതിൻ്റെ ഇടയിൽ രണ്ടാമതും പണി കിട്ടിയോ, ചൈനീസിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ മോട്ടിവേഷൻ കോട്ട്സ്. അയ്യോ ഓക്കെ, കുഴപ്പമില്ല. സ്റ്റിക്കേഴ്സ് വേറെ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഇതിൽ കിറ്റിൽ വരുന്നത് ഇങ്ങനെ ആയി. പിന്നെ അതേപോലെ PET സ്റ്റിക്കേഴ്സ്, ഓരോ സ്റ്റിക്കേഴ്സ്. പിന്നെ അതേപോലെ കളർ ഓരോ ഇംഗ്ലീഷ് ഉണ്ട് മക്കളെ, ഇംഗ്ലീഷിലുള്ളതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇതൊന്നും കൂടി നമുക്ക് ഭയങ്കര ഭംഗിയാക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് പേപ്പറൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരിതിൽ. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ജേണലിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇതിലിടുമ്പോൾ നിങ്ങൾക്കതൊക്കെ ഫുള്ളായിട്ട് കാണാം. അങ്ങനെ എൻ്റെ എല്ലാ ജേണലിങ് അറിയണം എന്നുണ്ടെങ്കിൽ, ജേണലിങ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അങ്ങനെയുള്ള കുറേ പിന്നെ PET സ്റ്റിക്കേഴ്സും വാശി സ്റ്റിക്കേഴ്സാണ്. നല്ല നല്ല സ്റ്റിക്കറായിട്ട് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പേപ്പർ 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ജേണലിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ജേണലിങ് തുടങ്ങുകയാണ്. എനിക്കിതേപോലെയുള്ള എല്ലാ ആർട്ടിസ്റ്റിക് വർക്കും വേണം, എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ളതൊക്കെ എനിക്ക് ഉൾപ്പെടുത്തണം. പിന്നെ വിൻറ്റേജ് തീമാവണം, അല്ലെങ്കിൽ വേറെ ക്യൂട്ട് പിങ്ക് തീമാവണം, വയലറ്റ് തീമാവണം, അങ്ങനെ തീമുകൾ വേണം. അങ്ങനെയുള്ളതൊക്കെ വേണം എന്നുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ബൈയിങ് ഓപ്ഷനാണ്. നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഓരോ കാര്യം അന്നത്തെ ദിവസത്തെ ഇമോഷൻ, അല്ലെങ്കിൽ നമ്മൾ ജേർണലിങ് എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല കേട്ടോ. ഒരുപാട് വർഷങ്ങൾ ഈ ബുക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കൊണ്ട് കിടക്കാം, അല്ലെങ്കിൽ ഈ ഇയർക്ക് ഒരു ബുക്ക് അങ്ങനെ ആക്കാം. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഞാനൊക്കെ തിരിച്ചു വെച്ചു. അപ്പം എന്നാൽ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.